എല്ലാവർക്കും ട്രാവലിംഗ് ഡയറീസിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് കാന്തല്ലൂരാണ്, മറയൂർ കാന്തല്ലൂർ. ഇത് സഡനായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ശനിയാഴ്ച പ്ലാൻ ചെയ്ത് ഞായറാഴ്ച പോയതാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഈ ട്രിപ്പിലുള്ളത്. ഞാൻ, വിസ്മയ, രാധിക, പിന്നെ വിഷ്ണു. ഞങ്ങൾ 4 പേരും പെട്ടെന്നുള്ളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയതായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിക്കാണ് കോതമംഗലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 7-7:30 ആയപ്പോൾ ഞങ്ങൾ മൂന്നാറെത്തി. ഓരോ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്താണ് ഞങ്ങൾ പോയത്. അത് കാരണം കുറച്ച് ലൈറ്റായിട്ടാണ് മൂന്നാർ എത്തിയത്. എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത്, മൂന്നാറിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് മറയൂർക്കായിരുന്നു. മറയൂരിൽ നിന്ന് കാന്തല്ലൂർ. അപ്പോൾ ഞങ്ങൾ കാന്തല്ലൂർ ചെന്നപ്പോൾ ആദ്യം കയറിയത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ കയറിയത്. അപ്പം മറയൂർ ശർക്കര വളരെ ഫേമസ് ആണ്. ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതും കാണുന്നതൊക്കെ. അപ്പോൾ അവിടെ 2 തരത്തിലുള്ള ശർക്കരയാണ് അവിടെ കൊടുക്കുന്നത്. ഒന്ന് നോർമലായിട്ടുള്ള ശർക്കര, അത് കിലോ 80 വെച്ചും. പിന്നെയുള്ളത് ചുക്കിൻ്റെ ശർക്കരയായിരുന്നു. ചുക്കിൻ്റെ ശർക്കര ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ശർക്കരയൊക്കെ വാങ്ങിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജ്യൂസും കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കാന്തല്ലൂർക്ക്. അപ്പോൾ ഈ പോകുന്ന റോഡ് വളരെ ചെറുതും പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന റോഡ് തന്നെയായിരുന്നു അവിടെ. അപ്പം വളവും തിരിവൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ചെന്നത് ഫാമിലേക്കായിരുന്നു, ഒരു സ്ട്രോബെറി ഫാം. അവിടെ ആക്ച്വലി സ്ട്രോബെറി ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അല്ല അതിൻ്റെ സീസൺ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് വട്ടവടയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ പോയ സമയത്ത് അവിടെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്ട്രോബെറി വൈനും അതുപോലെ തന്നെ ജാമൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ അതുപോലെ തന്നെ വട്ടവടയിൽ ഞങ്ങൾക്ക് ഫാമിൽ കയറണയിൽ ചാർജൊന്നും അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാന്തല്ലൂർ നേരെ തിരിച്ചായിരുന്നു. കാരണം അവിടെ നമ്മൾ ഫാമിൽ കയറുമ്പോൾ അവിടെ ഒരാൾക്ക് 20 മുതൽ 40 വരെയാണ് ചാർജ് ചെയ്യുന്നത്. സീസൺ ആകുമ്പോൾ ആ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഫാമിൽ കയറിയപ്പോൾ ആക്ച്വലി ഒന്നിൻ്റെ സീസൺ അല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഓറഞ്ച് മാത്രമായിരുന്നു. ആപ്പിളൊക്കെ ജൂൺ ജൂലൈയിലാണ് അതിൻ്റെ സീസൺ എന്നായിരുന്നു അവർ പറഞ്ഞത്. അവിടെ നിന്ന് ഞങ്ങൾ ഫാമൊക്കെ കണ്ട് തിരിച്ച് ഒരു വ്യൂ പോയിൻറ്റും ഒരു വാട്ടർഫാൾസൊക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള റോഡ് വളരെ മോശമായത് കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് റോഡ് മൊത്തം കോടമഞ്ഞായിരുന്നു. അത് കാരണം 1.5 മണിക്കൂർ ഞങ്ങൾ പോസ്റ്റായിരുന്നു ആക്ച്വലി. കാരണം ഈ കോട ഇറങ്ങാൻ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. റോഡ് കാണാൻ പറ്റത്തില്ലായിരുന്നു, കാരണം വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. തൊട്ടു മുന്നിൽ പോകുന്ന വണ്ടികളുടെ വെട്ടത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് തന്നെ. അങ്ങനെ ഞങ്ങളൊരു 7 മണി 7:30 ആയപ്പോൾ തന്നെ മൂന്നാർ എത്തിയിരുന്നു. ഞങ്ങൾ പോയത് ക്രിസ്മസിൻ്റെ തലേ ദിവസമായത് കാരണം റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 12 മണിയോടെ തന്നെ വീട്ടിലെത്തിച്ചേർന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.